നമസ്കാരം. ഇ&സി എഡ്യൂമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്. നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തായിരുന്നു, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 4 ഫങ്ഷണൽ ഏരിയാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, രണ്ടാമത്തേത് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, മൂന്നാമത്തേത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, നാലാമത്തേത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്? ദ ആക്ടിവിറ്റീസ് കൺസേൺഡ് വിത്ത് ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ബിസിനസ് സ്ഥാപനത്തിന്റെ പണപരമായ പ്രവർത്തനങ്ങളുടെ പ്ലാനിംഗ് ആയിക്കോട്ടെ, ഓർഗനൈസിംഗ് ആയിക്കോട്ടെ, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്, ആ പ്രവർത്തനങ്ങളെല്ലാം ചേർത്ത് വരുന്ന മാനേജ്മെന്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്തുമാത്രം പണം ആവശ്യമായി വരുന്നു, എന്തുമാത്രം ഫിക്സഡ് അസറ്റ്സിൽ നമുക്ക് വേണ്ടി വരും, എന്തുമാത്രം കറണ്ട് അസറ്റിന്മേൽ പണം നിക്ഷേപിക്കേണ്ടത് വരും, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നതും അതിന് സഹായിക്കുന്നതുമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ബിസിനസ് സ്ഥാപനത്തിന്റെ റിസോഴ്സസ് എല്ലാം, ഫിനാൻഷ്യൽ റിസോഴ്സസ്, എക്കണോമിക് റിസോഴ്സിനെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സഹായിക്കുന്നതും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജറിന്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. The finance function is the major part of business organization which involves the permanent and continuous process of the business concern. ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നത് മുതൽ അതിന്റെ മുൻപോട്ടുള്ള എല്ലാ പോക്കിലും എന്താവശ്യമായി വരുന്നുണ്ട്? ദ ഫിനാൻസ് ഫംഗ്ഷൻ ആവശ്യമായി വരുന്നുണ്ട്. ഫിനാൻസ് ഫംഗ്ഷൻ കൃത്യമായി നമ്മൾ നിർവഹിച്ചിരിക്കണം. At present, every business concern concentrate more on the field of finance because it is very emerging part which reflects the entire operational and profitability position of the concern. ബിസിനസ് സ്ഥാപനത്തിന്റെ എന്താണ് ലാഭപരമായ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്, ബിസിനസ് സ്ഥാപനം മുൻപോട്ടുള്ള പോക്ക് എന്താണ്, അതിന്റെ പ്രവർത്തനങ്ങളുടെ ആവശ്യമുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും. അപ്പൊ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ പണത്തിന് പ്രാധാന്യം കൂടുന്നതുകൊണ്ട് തന്നെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻസ് കൂടുന്നതോടൊപ്പം തന്നെ എന്തിന്റെ പ്രാധാന്യം കൂടി വരികയാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രാധാന്യവും കൂടി വരികയാണ്. സോ നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് എ ഫിനാൻഷ്യൽ മാനേജർ ആസ് എ ഫിനാൻസ് ഫംഗ്ഷൻ. ഓക്കെ, ഫിനാൻസ് ഫംഗ്ഷൻ ചെയ്യുമ്പോഴേക്കും ഒരു ഫിനാൻഷ്യൽ മാനേജർ എടുക്കുന്ന പ്രധാനപ്പെട്ട അയാളുടെ പങ്ക് എന്താണ്, അയാളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കാം, വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഫിനാൻസിന്റെ പ്രാധാന്യം കൂടി വരുമ്പോൾ ആരുടെ പ്രാധാന്യം കൂടുന്നു? ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രാധാന്യം കൂടുന്നു. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രാധാന്യം കൂടുന്തോറും ആരുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആരുടെ ഫങ്ഷൻസ് കൂടുന്നു? ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഫങ്ഷൻസ് കൂടുന്നു. ആരാണ് ഫിനാൻഷ്യൽ മാനേജർ? ഹി ഈസ് ദ ഹെഡ് ഓഫ് ദി ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തലവനെ പറഞ്ഞതാണ്, ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെ പറഞ്ഞ പേരാണ് ഫിനാൻഷ്യൽ മാനേജർ. നമുക്ക് നോക്കാം, ദ ഫിനാൻസ് മാനേജർ പെർഫോംസ് ദ ഫോളോയിങ് മേജർ ഫങ്ഷൻസ്. ഒരു ഫിനാൻസ് മാനേജർ താഴെ പറയുന്ന ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടും നിർവഹിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തേത് ഫോർകാസ്റ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്. ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടത് ദീർഘവീക്ഷണം നടത്തുക, മുൻകൂറായി പ്ലാൻ ചെയ്യുക, മുൻകൂറായി കണ്ടുപിടിക്കുക, ഫോർകാസ്റ്റ് ചെയ്യുക. ദ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്, സാമ്പത്തിക ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂറായി കണ്ടുപിടിക്കുക. ഫോർകാസ്റ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്.
ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് നോക്കാം. ഇറ്റ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി ഫിനാൻസ് മാനേജർ. ഒരു ഫിനാൻസ് മാനേജറുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷനാണ് ഫോർകാസ്റ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്. ഹി ഈസ് റെസ്പോൺസിബിൾ ടു എസ്റ്റിമേറ്റ് ദ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് ദി ബിസിനസ് കൺസേൺ. അദ്ദേഹം കണ്ടുപിടിക്കണം എന്തുമാത്രം സ്ഥാപനത്തിന് ആവശ്യമായി വരുന്നുണ്ട്, ഇനി അടുത്ത 2 വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് എന്തുമാത്രം പണം ആവശ്യമെന്നുള്ള കാര്യം അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്തിരിക്കണം. പണത്തിന് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിന്മേൽ എന്തുമാത്രം പണം നിക്ഷേപിക്കേണ്ടതായി വരുന്നുണ്ട്, കറണ്ട് അസറ്റിന്മേൽ എന്തുമാത്രം പണം നമുക്ക് നിക്ഷേപിക്കേണ്ടതുണ്ട്, ദെൻ ഡേ ടു ഡേ വർക്കിങ്ങിന് എന്തുമാത്രം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് എന്തുമാത്രം പണം ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ മുൻകൂറായി എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ആരുടെ പ്രവർത്തനമാണ്? ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ പ്രവർത്തനമാണ്. സോ ഹി ഷുഡ് എസ്റ്റിമേറ്റ് ദ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഓഫ് ദി ബിസിനസ് കൺസേൺ. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഫിനാൻഷ്യൽ മാനേജർ മസ്റ്റ് forecasting financial requirements. How much finances required to acquire fixed assets? എന്തുമാത്രം ഫണ്ട് ആവശ്യമായി വരുന്നു ഫിക്സഡ് അസറ്റ്സ് വാങ്ങാൻ? എന്തുമാത്രം ഫണ്ട് ആവശ്യമായി വരുന്നുണ്ട് ബിസിനസ് സ്ഥാപനത്തിന്റെ ഡേ ടു ഡേ വർക്കിംഗ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്തുമാത്രം ആവശ്യമായി വരുന്നുണ്ട്? ഇതെല്ലാം നേരത്തെ മുൻകൂറായി കണ്ടുപിടിക്കേണ്ടത് ആരുടെ ധർമ്മമാണ്? ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ധർമ്മമാണ്. ഒന്നാമത്തെ എന്തായിരുന്നു? ഫോർകാസ്റ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്. ഫിക്സഡ് ക്യാപിറ്റൽ ഫിക്സഡ് അസറ്റ്സ് വാങ്ങാൻ എന്തുമാത്രം പണം ആവശ്യമായി വരുന്നുണ്ട്, ഡേ ടു ഡേ വർക്കിങ്ങിന് വർക്കിംഗ് ക്യാപിറ്റൽ എന്താ ആവശ്യമായി വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മുൻകൂറായി എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ഒരു ഫിനാൻഷ്യൽ മാനേജറാണ്. രണ്ടാമത്തേത് സെലക്ടിംഗ് ദ സോഴ്സ് ഓഫ് ഫണ്ട്. സെലക്ടിംഗ് ദ സോഴ്സ് ഓഫ് ഫണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സോഴ്സ് ഓഫ് ഫണ്ട്. ഒരു ബിസിനസ് സ്ഥാപനം, നമ്മുടെ ഒരു വലിയൊരു ബിസിനസ് സ്ഥാപനം, വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവയ്ക്ക് കോടാനുകോടി രൂപയുടെ ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവയ്ക്ക് ഏതൊക്കെ പലതരം സോഴ്സസ് ഉണ്ട്. അപ്പൊ അത് പ്രധാനമായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു? ഷെയർ ഹോൾഡേഴ്സ് ഷെയർസ് ഓഹരി വിറ്റുകൊണ്ട്, അത് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ദെൻ ഡിബഞ്ചേഴ്സ് കടപ്പത്രങ്ങൾ വിറ്റുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താം. ദെൻ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് ലോങ് ടേം ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താം. ദെൻ ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ലോൺസ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഈ സോഴ്സുകളിൽ നിന്ന് ഏതൊക്കെ സോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് അനുയോജ്യമായിട്ടുള്ള സോഴ്സ് ഏതാണ്? ഷെയർസ് വിൽക്കുന്നതാണോ, ഡിബഞ്ചർ വിൽക്കുന്നതാണോ, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങുന്നതാണോ, അതല്ല ലോങ് ടേം ലോൺസ് ആണോ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യപ്പെടുന്നത്? കൃത്യമായ സ്യൂട്ടബിൾ സോഴ്സ് ഓഫ് ഫണ്ട് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആരുടെ ധർമ്മമാണ്, ആരുടെ ഫംഗ്ഷനാണ്? ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഫംഗ്ഷനാണ്. അപ്പൊ അദ്ദേഹം ഓരോ സോഴ്സിനെയും കൃത്യമായി വിലയിരുത്തണം. ഷെയർസ് ആണോ നല്ലത്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണോ നല്ലത്, ദെൻ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് എടുക്കുന്നതാണോ നല്ലത്? ഇത് ഓരോ സോഴ്സിനെയും, ഓക്കെ, ഞാൻ പറഞ്ഞു സോഴ്സ് പലതരമുണ്ട്. ഷെയർസ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതുണ്ട്, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് അനുയോജ്യമായിട്ടുള്ള ചോയ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഓരോ സോഴ്സും ഏതാണ്? ഷെയർസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഡിബഞ്ചേഴ്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ദെൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അപ്പൊ ഓരോന്നിന്റെയും ഓരോ സോഴ്സിന്റെയും റിട്ടേൺ എത്രയാണ്, കോസ്റ്റ് എത്രയാണ്, റിസ്ക് എത്രയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയി വിശകലനം ചെയ്തതിനു ശേഷം മാത്രമേ ശരിയായ ചോയ്സ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊരു ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ഒരു കാര്യമാണ്. ഏത് സോഴ്സ് ഓഫ് ഫണ്ട് സെലക്ട് ചെയ്യും? ഇപ്പൊ ഷെയർസ് ആണെങ്കിലും ഡിബഞ്ചേഴ്സ് ആണെങ്കിലും ദെൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണെങ്കിലും ഓരോന്നിനും ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുണ്ട്. അപ്പം ഏത് സോഴ്സിനാണ് കൂടുതൽ ഗുണങ്ങളും കുറവ് ദോഷങ്ങളുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് എന്തായിരുന്നു? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് എന്തുമാത്രം പണം ആവശ്യമായി വരും അവയെ മുൻകൂറായി എസ്റ്റിമേറ്റ് ചെയ്യുക. ആ പണം നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും, ഏത് സോഴ്സ് വഴി ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള പണം കണ്ടെത്തും എന്നതാണ് നമ്മൾ രണ്ടാമത്തെ ഫംഗ്ഷനോട് പറഞ്ഞത്. മൂന്നാമത്തേത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. എന്താണ്? നിക്ഷേപ തീരുമാനങ്ങൾ. ഓക്കെ, നമ്മള് പണം എന്തുമാത്രം ആവശ്യമാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്തു, ഏതൊക്കെ സോഴ്സ് വഴി നമ്മൾ കണ്ടെത്തുമെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ കണ്ടുപിടിച്ച പണം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ബിസിനസ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരിക്കലും എക്സസ് ആകാനും പാടില്ല, ഷോർട്ടേജ് ആകാനും പാടില്ല. നമ്മുടെ കയ്യിൽ കൂടുതൽ പണം കിട്ടി, കൂടുതൽ അസറ്റ് വാങ്ങി വെറുതെ ഉപയോഗശൂന്യമാക്കി ഇടാൻ പാടില്ല.
അതല്ല പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിലും അതും ബിസിനസ് സ്ഥാപനത്തിന്റെ സ്മൂത്ത് റണ്ണിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എടുക്കേണ്ടതാണ് ശരിയായ നിക്ഷേപ തീരുമാനം. നമ്മൾ പല വഴികളിലൂടെ പല സോഴ്സസിലൂടെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള നമ്മളെ ഫണ്ട് കണ്ടെത്തിയെങ്കിൽ, ഫിനാൻസ് കണ്ടെത്തിയെങ്കിൽ, ദാറ്റ് ഷുഡ് ബി വൈസ്ലി ഇൻവെസ്റ്റഡ് ഇൻ വേരിയസ് അസറ്റ്സ്. അത് ശരിയായ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റിന്മേൽ നിക്ഷേപിക്കേണ്ടത്. എത്ര ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങണം, എത്ര ലക്ഷം രൂപയുടെ ബിൽഡിംഗ് വാങ്ങണം, എത്ര ലക്ഷം രൂപയുടെ ഫർണിച്ചർ വാങ്ങണം, ദെൻ കറണ്ട് അസറ്റായിട്ട് എത്ര രൂപ നമ്മൾ മാറ്റി വയ്ക്കണം. ഓക്കെ, അപ്പൊ അതെല്ലാം ക്ലിയർ ആയിട്ട് ഓരോന്നും പഠിച്ചതിന് ശേഷം ഓരോ പ്രോജക്റ്റും ഓരോ പ്രപ്പോസലും നമ്മൾ ക്ലിയർ ആയി പഠിച്ചതിന് ശേഷം മാത്രമേ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ കയ്യിൽ കുറെ പണം കിട്ടി, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു, ഈ സോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുറെ പണം കണ്ടെത്തിയെന്ന് മാത്രമല്ല, അവയെ നമ്മൾ എന്ത് ചെയ്യണം, വൈസ്ലി ഇൻവെസ്റ്റഡ് ഇൻ വേരിയസ് അസറ്റ്സ്. ബുദ്ധിപരമായി നമ്മൾ പഠനങ്ങൾക്ക് ശേഷം, കെയർഫുള്ളി സ്റ്റഡീസിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ അസറ്റിന്മേൽ പണം നിക്ഷേപിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഓരോ അസറ്റിന്മേൽ പണം നിക്ഷേപിക്കുമ്പോൾ ആ ഓരോ അസറ്റിന്റെ റിസ്ക് ആലോചിക്കണം, ഓരോ അസറ്റിന് ഉണ്ടാകുന്ന ചെലവ് ആലോചിക്കണം, ഓരോ അസറ്റിന് ഉണ്ടാകുന്ന റിട്ടേൺ ആലോചിക്കണം. ലാഭം എത്ര കിട്ടും, ഈ അസറ്റിൽ പണം നിക്ഷേപിച്ചാൽ എന്തുമാത്രം ചെലവ് വരും, എന്തുമാത്രം റിസ്ക് ഉണ്ടാകും, എന്തുമാത്രം ലാഭം ഉണ്ടാകും. അങ്ങനെ ഓരോ അസറ്റിനെയും പഠിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ പണം നിക്ഷേപിക്കാൻ പാടുള്ളൂ. അത്തരം ഡിസിഷൻസ് ക്ലിയർ ആയിട്ട് എടുക്കേണ്ടത് ആരാണ്? ഫിനാൻഷ്യൽ മാനേജർ. അപ്പം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് പഠിച്ചു വെച്ചേക്കുക. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ? ആദ്യം എസ്റ്റിമേറ്റ് ചെയ്യുക. ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്തുമാത്രം ഫണ്ട് ആവശ്യമായി വരും എന്നുള്ള കാര്യം മുൻകൂറായി കണക്കാക്കുക. രണ്ടാമത്തേത്, ആ സോഴ്സ്, ആ കണക്കാക്കിയ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും, ഏത് സോഴ്സ് ഉപയോഗിച്ച് കണ്ടെത്തും, ഷെയർസ് ആണോ ഡിബഞ്ചേഴ്സ് ആണോ, ദെൻ കണ്ടെത്തി അല്ലെങ്കിൽ കിട്ടിയ പണം നമ്മൾ എങ്ങനെ നിക്ഷേപിക്കും, ഏത് തരത്തിൽ ഏതൊക്കെ അസറ്റിന്മേൽ പണം നിക്ഷേപിക്കണം. ഓക്കെ, അത് നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഓരോ അസറ്റിന്മേൽ പണം നിക്ഷേപിക്കാനായി പാടുള്ളൂ. ദെൻ നാലാമത്തേത്, മാനേജ്മെന്റ് ഓഫ് ക്യാഷ്. ക്യാഷ് മാനേജ്മെന്റ്. അടുത്ത നമ്മുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട റിസോഴ്സ് ആണ് ക്യാഷ്. ബിസിനസ് സ്ഥാപനത്തിൻ്റെത്. ബിസിനസ് സ്ഥാപനത്തിന്റെ ലിക്വിഡ് ക്യാഷ് എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തും? ആ മാനേജ്മെന്റ് ഓഫ് ക്യാഷും ആരുടെ കീഴിൽ വരുന്നതാണ്? ഫിനാൻഷ്യൽ മാനേജറുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നതാണ് മാനേജ്മെന്റ് ഓഫ് ക്യാഷ്. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് മാനേജ്മെന്റ്. അപ്പം പ്രസന്റ് ഡേ ക്യാഷ് മാനേജ്മെന്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ ഏരിയ ഓഫ് ഫിനാൻസ് because proper cash management is not only essential for effective utilization of cash but it is also help to meet the short term liquidity position of the concern. ബിസിനസ് സ്ഥാപനത്തിന്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാഷ് നോക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ലഭിച്ച പണത്തിനെ ശരിയായി ഉപയോഗപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് അടുത്ത് ചിലവാക്കാൻ ആവശ്യമുള്ള ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടോ? അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണത്തിന് എപ്പോഴും നമുക്ക് പണം തന്നെ എടുത്ത് ഉപയോഗിക്കേണ്ടതായി വരുന്നുണ്ട്, പണം ചെലവാക്കാൻ നമുക്ക് പണം ആവശ്യമായി വരുന്നുണ്ട്. അപ്പൊ അതിന് ലിക്വിഡ് ക്യാഷ് നമ്മുടെ കൈവശം എത്രയുണ്ട്, അതല്ലെങ്കിൽ ക്യാഷ് നമുക്ക് വരേണ്ട മാർഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ആര് പഠിച്ചിരിക്കണം? ഒരു ഫിനാൻഷ്യൽ മാനേജർ പഠിച്ചിരിക്കണം. ബിക്കോസ് ക്യാഷ് മാനേജ്മെന്റും ആരുടെ ഏരിയയാണ്? ഫിനാൻഷ്യൽ മാനേജറുടെ ഏരിയയാണ്. എന്തുമാത്രം ക്യാഷ് നമ്മുടെ കയ്യിൽ വരുന്നു, ആ ക്യാഷ് നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, ഇപ്പോഴത്തെ നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടതും ആരുടെ ധർമ്മമാണ്? ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ധർമ്മമാണ്. ഓക്കെ, നമ്മളിപ്പോ 4 എണ്ണം പറഞ്ഞു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ. ഒരു ധനകാര്യ മാനേജറുടെ, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ഫിനാൻഷ്യൽ മാനേജർ. ഫിനാൻഷ്യൽ മാനേജറുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞ എന്തായിരുന്നു? ഫോർകാസ്റ്റ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക, എന്തൊക്കെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഉണ്ട്. രണ്ടാമത്തത്, ആ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും, ഏതൊക്കെ സോഴ്സ് വഴി നമ്മൾ പണം കണ്ടെത്തും. ഓക്കെ, ആ കണ്ടെത്തിയ പണം നമ്മൾ എങ്ങനെ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും, എങ്ങനെ നമ്മൾ അസറ്റിന്മേൽ നിക്ഷേപിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ അസറ്റിനോട് പറഞ്ഞാണ്. നാലാമത്തേത്, ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യും. അതും ഒരു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏരിയയാണ് ക്യാഷ് മാനേജ്മെന്റ്. അവയുടെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ എങ്ങനെയാണ്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെയാണ്, ഓക്കെ, എന്നതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതും ശരിയായ രീതിയിൽ നിർവഹിക്കേണ്ടത് ആരാണ്? ഒരു ഫിനാൻഷ്യൽ മാനേജർ. അത് നമുക്ക് നോക്കാം. അഞ്ചാമത്തേത്, ഇന്റർ റിലേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം തന്നെ ചുറ്റും വേറെയും കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ബിസിനസ് സ്ഥാപനത്തിന്. അത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ,
പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ദെൻ സിസ്റ്റം ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക്. അപ്പൊ അവയുമായിട്ട് ആ അതർ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരിക്കണം. കാരണം ആ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള പണം നൽകേണ്ടതും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ലഭിക്കുന്ന പണം സ്വീകരിക്കേണ്ടതും എല്ലാം ആരാണ്? ഫിനാൻഷ്യൽ മാനേജറാണ്. അപ്പൊ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങൾക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രത്യേക പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പണം നൽകേണ്ടതും ആ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പണത്തിന് ആവശ്യമുള്ള സോഴ്സ് കണ്ടെത്തേണ്ടതും ആരുടെ ഫംഗ്ഷനാണ്? നമ്മുടെ ഫിനാൻഷ്യൽ മാനേജറുടെ ഫംഗ്ഷനാണ്. സോ അദ്ദേഹം എന്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം? എ ഗുഡ് റിലേഷൻഷിപ്പ് ഓൾ ദ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. ആ ബിസിനസ് സ്ഥാപനത്തിലെ മറ്റ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരിക്കണം. ആര്? ഒരു ഫിനാൻഷ്യൽ മാനേജർ. അപ്പൊ അഞ്ചാമത്തേത് ഇന്റർ റിലേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം മാത്രമല്ല, ആ ബിസിനസ് സ്ഥാപനത്തിന്റെ മറ്റ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടും നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരിക്കണം. കാരണം അവർക്ക് ആവശ്യമുള്ള പണം കൊടുക്കേണ്ടതും അവിടെ കൈവശം വരുന്ന പണം സ്വീകരിക്കേണ്ടതും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ധനപരമായിട്ടുള്ള എല്ലാ മാറ്റേഴ്സും നോക്കേണ്ടത് ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഫംഗ്ഷനാണ്, ധർമ്മമാണ്. സോ അഞ്ചാമത്തേത് ഇന്റർ റിലേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആറാമത്തേത് ഫിനാൻഷ്യൽ കൺട്രോൾസ്. എന്താണ് ഫിനാൻഷ്യൽ കൺട്രോൾ? കൺട്രോൾ എന്ന് വെച്ചാൽ പലതരം ടെക്നിക്സ് ഉണ്ട്. നമുക്ക് പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് എന്തുമാത്രം വരവുണ്ടാകും, എന്തുമാത്രം ചിലവുണ്ടാകും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ കൺട്രോളിംഗ് ടെക്നിക്സ് കൂടെ ഉണ്ട്. എന്തുമാത്രം ഫിനാൻഷ്യൽ കൺട്രോൾസ് നമുക്ക് പലതരം ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റേഷ്യോ അനാലിസിസ്, ഫങ്ഷണൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് പ്രോഫിറ്റ് കൺട്രോൾ റേഷ്യോസ് ഒക്കെ ഉപയോഗിച്ച് പലതരം റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ടും ഫങ്ഷണൽ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടും CP അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് കൺട്രോൾ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടും ഒരു ഫിനാൻഷ്യൽ മാനേജർ എന്ത് ചെയ്തിരിക്കണം? ഫിനാൻഷ്യൽ കൺട്രോൾ എന്ത് ചെയ്തിരിക്കണം? ഓക്കെ, കൃത്യമായി നോക്കിയിരിക്കണം. The finance manager has not only planned to procure and utilize the fund. അല്ലാതെ പണം കണ്ടെത്തുക, അവയെ പ്രയോജനപ്പെടുത്തുക മാത്രമല്ല, ബട്ട് ഹി ഓൾസോ ഹാസ് ടു എക്സസൈസ് കൺട്രോൾ ഓവർ ഫിനാൻസ്. അപ്പൊ ഈ ഫിനാൻസിന്റെ കൺട്രോൾ, നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പലതരം ടെക്നിക്സിലൂടെയാണ്. എങ്ങനെയൊക്കെയാണ് ഫിനാൻഷ്യൽ കൺട്രോൾ ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്സ് ഏതൊക്കെയാണ്? റേഷ്യോ അനാലിസിസിലൂടെ, അല്ലെങ്കിൽ ഫങ്ഷണൽ ഫോർകാസ്റ്റിംഗിലൂടെ, CP മെത്തേഡിലൂടെ, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് കൺട്രോൾ മെത്തേഡിലൂടെ, ഈ ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ മാനേജർ എന്ത് ചെയ്തിരിക്കണം? He should exercise control over finance. ഓക്കെ, നമ്മുടെ ആറാമത്തെ ഫംഗ്ഷൻ ഒരു ഫിനാൻഷ്യൽ മാനേജർ പ്ലാൻ ചെയ്യുക മാത്രമല്ല, എവിടെ നിന്ന് പണം കണ്ടെത്തുക മാത്രമല്ല, he should exercise control over finance by using more techniques. ഏതൊക്കെ ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്? റേഷ്യോ അനാലിസിസ്, ഫങ്ഷണൽ ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് കൺട്രോൾ. ഓക്കെ, ഇത്തരം ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അയാള് ഫിനാൻഷ്യൽ കൺട്രോൾ നടപ്പിലാക്കണം. ഫിനാൻഷ്യൽ കൺട്രോൾ, ഈ റേഷ്യോ അനാലിസിസ്, ഇതൊക്കെ എല്ലാം നിങ്ങൾ വരുന്ന ക്ലാസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. എന്താണ് റേഷ്യോ അനാലിസിസ്, എന്താണ് ഫങ്ഷണൽ ഫോർകാസ്റ്റിംഗ്, CP കൺട്രോൾ റേഷ്യോ ഒക്കെ എല്ലാം നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ, BComനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് പറഞ്ഞിരുന്നാൽ മതി. അദ്ദേഹം നമ്മുടെ ഫിനാൻഷ്യൽ മാനേജർ ഫണ്ട് കണ്ടെത്തുക മാത്രമല്ല, അവയെ എഫക്റ്റീവ് യൂട്ടിലൈസ് ചെയ്യുക മാത്രമല്ല, ഫിനാൻഷ്യൽ കൺട്രോൾ കൂടെ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കണം ഈ പലതരം ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ആറെണ്ണം നമ്മൾ പറഞ്ഞു. ഒന്നുകൂടെ നമുക്ക് നോക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജറുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഒന്നാമത്തേത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഏതൊക്കെയാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആ എസ്റ്റിമേറ്റ് ചെയ്ത ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തും? ഏത് സോഴ്സ് ഉപയോഗിച്ച് കണ്ടെത്തും? കണ്ടെത്തിയ തുക നമ്മൾ എങ്ങനെ ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും? ദെൻ എങ്ങനെയാണ് ക്യാഷ് മാനേജ് ചെയ്യുന്നത്? ബിസിനസ് സ്ഥാപനത്തിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും? അതോടൊപ്പം തന്നെ അദ്ദേഹം നോക്കേണ്ടതാണ് ഇന്റർ റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. സ്വന്തം ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ആ മറ്റു ഡിപ്പാർട്ട്മെന്റ്സ്, സിസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്, പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ബിസിനസ് സ്ഥാപനത്തിന്റെ മറ്റ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നല്ലൊരു ബന്ധം അദ്ദേഹം സ്ഥാപിക്കണം. ഞാൻ നെക്സ്റ്റ് പറഞ്ഞതാണ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഓക്കെ, ഡിഫറെന്റ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഫിനാൻഷ്യൽ കൺട്രോൾ നടപ്പിലാക്കിയിരിക്കണം. ദ ലാസ്റ്റ് വൺ, ഏഴാമത്തേത് ഡിസ്പോസൽ ഓഫ് സർപ്ലസ്. എന്താണ് സർപ്ലസ് എന്ന് വെച്ചാൽ? എന്താണ്? ലാഭം. ഓക്കെ, എക്സസ്, അധികമായിട്ടുള്ള ലാഭം. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലുള്ള അധിക ലാഭത്തിന് പറഞ്ഞ പേരാണ് സർപ്ലസ്. ഏഴാമത്തെ പോയിന്റ് എന്താണ്? ഏഴാമത്തേത് ഡിസ്പോസൽ ഓഫ്
സർപ്ലസ് എന്ന് വെച്ചാൽ എന്താണ്? അധിക ലാഭം. ബിസിനസ് സ്ഥാപനത്തിൽ ലഭിക്കുന്ന അധിക ലാഭം. ദ നെറ്റ് പ്രോഫിറ്റ് ഡിസിഷൻ ഈസ് ടു ബി മെയ്ഡ് ബൈ ഫിനാൻഷ്യൽ മാനേജർ. എന്താണ് അദ്ദേഹം ചെയ്യേണ്ടത്? ബിസിനസ് സ്ഥാപനത്തിൽ ലഭിച്ചിരിക്കുന്ന ലാഭത്തിന് എങ്ങനെ വീതം വയ്ക്കണം? ഡിസ്പോസൽ മീൻസ് ഷെയർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ അവിടെ നമുക്ക് രണ്ട് രീതിയിൽ അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാനൊരു ഡിവിഡന്റ് ഡിസിഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ലാഭം മുഴുവനും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡന്റായി വീതം വെച്ച് കൊടുക്കാൻ പാടില്ല. കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. അതല്ല, കുറച്ച് ലാഭം എടുത്ത് എന്ത് ചെയ്യണം? ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, റീറ്റെയിൻ ചെയ്യിപ്പിക്കുക, കുറെ ലാഭമെടുത്ത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡന്റായി കൊടുക്കുക. അപ്പൊ അതിൽ എന്തുമാത്രം തുക നമ്മൾ റീറ്റെയിൻഡ് ആക്കി വെക്കണം, ബിസിനസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം, എന്തുമാത്രം തുക നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡന്റായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ അവിടെ നമുക്കൊരു തീരുമാനം എടുക്കണം. അവിടെ ആ ഫംഗ്ഷൻ ആരുടെ കൈവശം വരുന്നതാണ്? ആരുടെ പക്കലാണത്? ദ ഫിനാൻഷ്യൽ മാനേജർ. അപ്പൊ ഫിനാൻഷ്യൽ മാനേജർ നോക്കണം, നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നതാണെങ്കിൽ, ലാഭം കിട്ടുകയാണെങ്കിൽ, സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെ വീതം വയ്ക്കണം, എങ്ങനെ ഷെയർ ചെയ്യണം. അവിടെയാണ് നമുക്ക് വേണ്ടത് ഡിവിഡന്റ് ഡിസിഷന്റെ പ്രാധാന്യം വരുന്നത്. ഡിവിഡന്റ് ഡിസിഷൻ എങ്ങനെയാണ്? എന്തുമാത്രം തുക, ഹൗ മച്ച് ഓഫ് ദ പ്രോഫിറ്റ് ആർ ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിവിഡന്റ് എമംഗ് ഷെയർ ഹോൾഡേഴ്സ്. എന്തുമാത്രം തുക ഡിവിഡന്റ് ആയി ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ആൻഡ് ഹൗ മച്ച് ഓഫ് ദ പ്രോഫിറ്റ്സ് ആർ ടു ബി റീറ്റെയിൻഡ് ആസ് റിസർവ്. ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ക്രൈസിസ് വരികയാണെങ്കിൽ, എന്തെങ്കിലും എമർജൻസീസ് വരികയാണെങ്കിൽ നമ്മൾ കരുതൽ ധനമായിട്ട് കുറെ തുക മാറ്റിവെക്കണം. ദാറ്റ് ഈസ് റീറ്റെയിൻഡ് പ്രോഫിറ്റ്. അപ്പൊ എത്ര തുക ഡിവിഡന്റായി നൽകണം, എത്ര തുക റീറ്റെയിൻഡായി മാറ്റിവെക്കണം എന്നുള്ളത് തീരുമാനമെടുക്കേണ്ടത് ആരാണ്? ഒരു ഫിനാൻഷ്യൽ മാനേജറാണ്. ദാറ്റ് ഈസ് ഡിസ്പോസൽ ഓഫ് സർപ്ലസ്. ഓക്കെ, ഡിസ്പോസൽ ഓഫ് സർപ്ലസ് എന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്. എങ്ങനെ ലാഭം പങ്കുവയ്ക്കും, എത്ര തുക ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം, എത്ര തുക റീറ്റെയിൻഡ് പ്രോഫിറ്റ് ആയിട്ട് മാറ്റിവെക്കണം ബിസിനസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. ഓക്കെ, നേരത്തെ ലാസ്റ്റ് വന്നത് ഇതാണ്. എട്ടാമത്തെയാണ് ലാസ്റ്റ് വൺ. എട്ടാമത്തത് എന്താണ്? ഫിക്സിംഗ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യുക. എന്താണാവോ ക്യാപിറ്റൽ സ്ട്രക്ചർ? മൂലധന ഘടന തയ്യാറാക്കുക. എന്താണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ? ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് ദ കൈൻഡ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് വേരിയസ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ക്യാപിറ്റൽ സോഴ്സസ്, ബിസിനസ് സ്ഥാപനത്തിന്റെ മൂലധനം കണ്ടെത്തുന്ന ഉറവിടങ്ങൾ, അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക, ഓരോന്നിൽ നിന്നും എന്തുമാത്രം തുക കണ്ടെത്തണമെന്നും തീരുമാനമെടുക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫിനാൻഷ്യൽ മാനേജർ തീരുമാനിക്കണം, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ പല വഴികളിലൂടെ, പല സോഴ്സിലൂടെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ നിന്ന് ഓരോ സോഴ്സിൽ നിന്നും എന്തുമാത്രം തുക വീതം കണ്ടെത്തണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഇപ്പോ ഒരു 10 ലക്ഷം രൂപ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, 10 ലക്ഷം രൂപ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു അസറ്റ് വാങ്ങാൻ ആവശ്യമാണെന്ന് വിചാരിച്ചോളൂ. ഒരു ക്യാപിറ്റൽ നമുക്ക് 10 ലക്ഷം രൂപ വേണം. അതിൽ നമ്മൾ പറയുകയാണ്, ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, ഷെയർസ് ഓഹരികൾ വിറ്റുകൊണ്ട് നമുക്ക് 5 ലക്ഷം രൂപ കണ്ടെത്തണം. ദെൻ ഡിബഞ്ചേഴ്സ്, കടപ്പത്രങ്ങൾ വിറ്റുകൊണ്ട്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഒരു 3 ലക്ഷം രൂപ കണ്ടെത്താം. ദെൻ ലോൺ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം 2 ലക്ഷം രൂപ. ഓക്കെ, ഇതാണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? മിക്സ് ഓഫ് കൈൻഡ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് വേരിയസ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ സ്ഥാപനത്തിന്റെ മൂലധനത്തിന് ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് സോഴ്സുകൾ, അതിൽ നിന്ന് ഏതെന്നാണ്? ഇപ്പൊ ഷെയർസ് എത്ര രൂപ കണ്ടെത്തണം, ഡിബഞ്ചർ വഴി എത്ര രൂപ കണ്ടെത്തണം, ലോൺ ഉപയോഗിച്ച് എത്ര രൂപ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ ഓരോ സോഴ്സിൽ നിന്നും എന്തുമാത്രം തുക കണ്ടെത്തണമെന്നും, എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം, എത്ര ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനമെടുക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. That is capital structure means kind, ഏത് തരം സോഴ്സ്, ദെൻ ഓരോ സോഴ്സിൽ നിന്നും എത്ര വീതം, that is a proportion, kind and proportion of various sources of capital. സോഴ്സ് ഏതൊക്കെയാണ്? ഷെയർസ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, ലോൺ ഉണ്ട്, പബ്ലിക് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇവയെല്ലാം ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പൊ ഈ ഓരോ സോഴ്സിൽ നിന്നും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പണം എത്ര വീതം വച്ച് നമ്മൾ കണ്ടെത്തും എന്ന് തീരുമാനിക്കുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിക്സ് ചെയ്യേണ്ടത് ആരാണ്? ഒരു ഫിനാൻഷ്യൽ മാനേജർ. ദ ഫിനാൻഷ്യൽ മാനേജർ ഹാസ് ടു ഡിറ്റർമിൻ ദ പ്രോപ്പർ മിക്സ് ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റൽ മീൻസ് ഷെയർസ് ക്യാപിറ്റൽ. ഓക്കെ, ഓണർഷിപ്പ് ക്യാപിറ്റൽ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഡെറ്റ് ക്യാപിറ്റൽ മീൻസ് നമ്മൾ പുറത്തു നിന്ന് കടമായി വാങ്ങുന്നത്. ഡെറ്റ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? പുറമേ നിന്ന് ഡിബഞ്ചർ വഴിയും ലോൺ വഴിയും നമ്മൾ കടമായി വാങ്ങുന്നത്, ബോറോ ചെയ്യുന്നതാണ്
ഡെറ്റ് ക്യാപിറ്റൽ. ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണേഴ്സായി മാറുന്ന ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പണം പിരിക്കുന്നതാണ്, പണം കണ്ടെത്തുന്നതാണ് എന്താണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്നത്. അപ്പം എന്തുമാത്രം ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ടെത്തണം, എന്തുമാത്രം ഡെറ്റ് ക്യാപിറ്റൽ, അവരുടെ പ്രോപ്പർ മിക്സ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരുടെ ധർമ്മമാണ്? ഒരു ഫിനാൻഷ്യൽ മാനേജർ. ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ. എന്തൊക്കെയാണ് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം. ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ്, എന്തുമാത്രം പണം ആവശ്യമായി വരും, ഏതൊക്കെ വഴിയിൽ നമുക്ക് ചെലവ് ഉണ്ടാകുന്നു അത് എസ്റ്റിമേറ്റ് ചെയ്യുക, മുൻകൂറായി കണ്ടെത്തുക. രണ്ടാമത്തത് സോഴ്സ് ഓഫ് ഫണ്ട് കണ്ടെത്തുക. ഇതെല്ലാം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാക്കണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, നമ്മൾ എന്ത് ചെയ്യണം? ഓരോ അസറ്റിന്മേൽ പണം നിക്ഷേപിക്കുന്നത് കെയർഫുള്ളായി പഠിച്ചതിന് ശേഷം മാത്രമേ, ഓരോ അസറ്റിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓരോ അസറ്റിന്മേൽ പണം നിക്ഷേപിക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ദെൻ ക്യാഷ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം, മാനേജ്മെന്റ് ഓഫ് ക്യാഷ്. ദെൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റും മറ്റു ഡിപ്പാർട്ട്മെന്റും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരിക്കണം. ദെൻ പലതരം ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ കൺട്രോൾ എക്സസൈസ് ചെയ്തിരിക്കണം. ദെൻ എങ്ങനെയാണ് സ്ഥാപനത്തിന്റെ ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ദ ലാസ്റ്റ് വൺ ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, ഇത്രയുമാണ് പ്രധാനമായിട്ട് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ. ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ധനകാര്യ വകുപ്പിന്റെ തലവനായ ഫിനാൻഷ്യൽ മാനേജർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് ഈ 8 എണ്ണവും. ആവശ്യമുള്ള നോട്ട് നിങ്ങൾ എഴുതുക. കുറച്ച് നോട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നതായിരിക്കും. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം, അടുത്ത പോർഷനായിട്ട്. അതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദെൻ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ്, മറ്റു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, കൊമേഴ്സിലെ കുട്ടികൾക്ക്